എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോട്ട് സാവർട്ട്-ലോയുടെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബയോട്ട് സാവർട്ട്-ലോ എന്ന് വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഒരു കറണ്ട് ക്യാരിയിങ് എലമെൻറ്റിൻ്റെ ഇഫക്റ്റിൻ്റെ ഫലമായിട്ട് പി എന്നുള്ള പോയിൻറ്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് dB=4πIdl×r/r³ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്താണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കുളംസ് ലോയും ബയോട്ട് സാവർട്ട്-ലോയുമായി ബന്ധപ്പെട്ട സിമിലാരിറ്റീസും അതേപോലെ ഡിഫറൻസുകളൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഓർ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിൽ CCC. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാണ്. ഈ തരത്തിലുള്ള ഒരു കോയിലാണ്. ഈ കോയിൽ ഇറ്റ് ഈസ് പ്ലേസ് ഇൻ എ y-z പ്ലെയിൻ. ഞാനിവിടെ 3 പ്ലെയിൻ വരച്ചിട്ടുണ്ട്. y പ്ലെയിൻ, z ആൻഡ് x പ്ലെയിൻ. സോ ദിസ് ഈസ് അവർ y-z പ്ലെയിൻ. ഈ പ്ലെയിനാണ് y-z പ്ലെയിൻ. ഇങ്ങനെ വെച്ചിരിക്കുന്ന പ്ലെയിനാണ് y-z പ്ലെയിൻ. ഈ തരത്തിലുള്ള ഒരു പ്ലെയിനിലാണ് നമ്മൾ ഈ കറണ്ട് ക്യാരിയിങ് ആയ കോയിൽ, ഇതിനൊരു കറണ്ട് ക്യാരിയിങ് കോയിലായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിൻറ്റ് ഓൺ ദി ആക്സിസ് ഓഫ് ദി സർക്കുലർ കോയിൽ. ഈ സർക്കുലർ കോയിലിൻ്റെ ഇതിൻ്റെ ആക്സിസിൽ നിന്ന് ഈ ഒരു പോയിൻറ്റിൽ എവിടെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലുള്ള ഒരു പോയിൻറ്റ് പിയിലേക്കുള്ള ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഇങ്ങോട്ടാണെങ്കിലും ഈ പോയിൻറ്റിലുള്ള ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ്സ് അവർ എയിം. സോ റെഫർ ദി ഡയഗ്രാം. ദിസ് ഈസ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ and I is the steady current flowing through this circular coil and P is the point at which the magnetic field is to be find out. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. And O is the origin and it is the center of the circular coil and this is the distance x and r. ഈ r എന്ന് പറയുന്നത് ഈ dl എന്നുള്ള എലമെൻറ്റിൽ നിന്ന് പിയിലേക്കുള്ള അകലമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരുന്നത്? നമുക്കറിയാം ഈ സെൻട്രൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള പോയിൻറ്റിലേക്കുള്ള ഈ ദൂരം x ആണെങ്കിൽ അവിടെ നമുക്ക് dl എന്നുള്ള എലമെൻറ്റ് കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ബയോട്ട് സാവർട്ട്-ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് dl എന്നുള്ള എലമെൻറ്റ് വേണം. dl എന്നുള്ള എലമെൻറ്റ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കറണ്ട് എലമെൻറ്റ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെൻട്രലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ dl എന്നുള്ള എലമെൻറ്റ് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ dl ഉള്ള ഒരു ഭാഗത്തുള്ള ഒരു എലമെൻറ്റ് എടുക്കും. ദാറ്റ് ഈസ് അവർ എലമെൻറ്റ് dl. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I, അവിടേക്കുള്ള ഡിസ്റ്റൻസാണ് r. ഇത്രയും ക്ലിയർ ആയാലോ? ഇനി നമുക്ക് ബയോട്ട് സാവർട്ട്-ലോയുടെ എക്സ്പ്രഷൻ ഡയറക്റ്റായിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഈ dl എന്നുള്ള എലമെൻറ്റും ഈ r തമ്മിലുള്ള ആംഗിൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എന്താ ഇവിടെ കാണുന്നത്? ഇതൊരു ആംഗിൾ നമുക്ക് ഏത് തരത്തിലാണ് തോന്നുന്നത്? ഞാനതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നോക്കൂ, ഇതാണ് നമ്മുടെ എലമെൻ്റ് എങ്കിൽ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള വയർ ഇതാണ്. അതിലൊരു ചെറിയ എലമെൻറ്റാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന dl. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നോക്കൂ, ഈ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവം വെച്ചിരിക്കുന്നത്. ഈ തരത്തിലാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് വയർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് പി എന്നുള്ള പോയിൻ്റ് ഈ ബ്ലാക്ക് പാൻ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ എന്ത് തന്നെയായാലും 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ആറും dl തമ്മിലുള്ള ആംഗിൾ ഇറ്റ് വിൽ ബി ഓൾവേസ് 90 ഡിഗ്രി. ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. The angle between dl and r is always 90 degree. If you consider any current carrying part, element of this wire, the angle between this dl and r will be 90 degree. So let us write that equation. dB is equal to mu0/4 I dl ഉം r ഉം തമ്മിലുള്ള ആംഗിൾ ഞാൻ പറഞ്ഞു 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് വരും? dl r sin 90 across b is equal to ab sin theta divided by r³. ഓക്കെ, r ക്യൂബിൽ ആറും ഇത് വെട്ടിപ്പോയി, r² ആയി. sin 90 എന്ന് പറയുന്നത് 1 ആണ്. നമുക്കത് മുന്നേ കേട്ടതാണ്. അപ്പോൾ mu0/4 ഐഡിയൽ ഡിവൈഡ് ബൈ r² ആണ് dBയുടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? dBയുടെ ഡയറക്ഷൻ നമ്മൾ ബയോട്ട് സാവർട്ട്-ലോ അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു, ഡയറക്ഷൻ ഓഫ് dB is perpendicular to the plane containing dl and r. ആറും dl ഉൾക്കൊള്ളുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുടെ ഡയറക്ഷൻ? dBയുടെ ഡയറക്ഷൻ. അപ്പോൾ നോക്കൂ, ഇവിടെ എങ്ങനെയായിരിക്കും dBയുടെ ഡയറക്ഷൻ നമ്മൾക്ക് ഡയഗ്രത്തിൽ കാണിക്കാൻ കഴിയുക? ഞാനിപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നോക്കൂ, ഈ കരത്തിൽ നമ്മൾ ഫിംഗർ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കറണ്ട് നേരെ നമ്മുടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് കറണ്ട് നമ്മുടെ നേരെ വരുന്നത്. അപ്പോൾ കറണ്ട് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ അതർ ഫിംഗേഴ്സ് നോക്കൂ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആറിൻ്റെ ഡയറക്ഷനാണ് ഈ ഫിംഗേഴ്സ് കാണിക്കുന്നതെങ്കിൽ ഈ y പ്ലെയിൻ സെറ്റ് പ്ലെയിനും അതുപോലെ ഈ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ കാണിക്കാൻ പറ്റുക? ദാറ്റ് വിൽ ബി ദിസ് കേസ്. സ്പെസിഫൈ ചെയ്ത് പറയാം.
നോക്കൂ, ഇതാണ് നമ്മുടെ DL എന്നുള്ള എലമെൻറ്റ്. അവിടെ നിന്ന് ആറകലത്തിലാണ് ഈ ഇരിക്കുന്ന പോയിൻ്റ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ DBയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലായിരിക്കും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ DB എന്നുള്ള ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. സോ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് DL and R. സോ ദിസ് ഈസ് അവർ DB. ഓക്കെ, DB ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി DB. ഇനി ഇതേപോലെ തന്നെ ഒരു ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് എലമെൻ്റാണ് ഈ കടച്ചിരിക്കുന്ന DL. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ എലമെൻറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയ എലമെൻറ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഓരോ പോയിൻറ്റും ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ എലമെൻറ്റ് ഇവിടെ ഉണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു DL എലമെൻറ്റ് വരുമ്പോൾ ഇവിടുത്തെ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇത് ഇത്രയും ഭാഗത്ത് കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും പിയിലുള്ള ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ? R ഡിസ്റ്റൻസ് R തന്നെ, ഈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ദിസ് ഈസ് അഗെയിൻ R. അപ്പോൾ നമ്മളെങ്ങനെ കാണിക്കാൻ കഴിയും? ഇവിടെ കറണ്ട് അപ്പോൾ നേരെ എങ്ങോട്ടാണ്? ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കറണ്ട് ഉള്ളിലേക്ക് പോകുന്നു, നമ്മൾ വെക്കുന്ന ഈ ഡയറക്ഷനിൽ ഇതൊക്കെയാണ് കറണ്ട് ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫിംഗർ വയ്ക്കുകയാണെങ്കിൽ ഈ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ഈ അങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഫിംഗേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പോൾ DBയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ DBയുടെ ആംഗിൾ ഈ തരത്തിലായിരിക്കും ഇവിടെ മേക്കിംഗ് ഉണ്ടാവുക. DB ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഈ DL എന്നുള്ള എലമെൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് DB കിട്ടി, ഈ DL എന്നുള്ള എലമെൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് DB എന്ന് കിട്ടി. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം ഇവിടെ എന്താണ്? ഇത് രണ്ട് വെക്ടേഴ്സാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരിക്കലും ആഡ് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു ആംഗിളൊക്കെ ഉണ്ട്. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് വെക്ടർ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഡിഫറൻറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് റിസോൾവ് ചെയ്യാം. നോക്കുക, ഇവിടെ ഈ ആംഗിൾ തീറ്റാന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ DBX കമ്പോണൻ്റ് ആണ് എടുത്തു, അതായത് X ഡയറക്ഷനിലെ കമ്പോണൻ്റാണ്. ഈ കമ്പോണൻ്റ് ഇതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അത് ഞാൻ അതിനെ DB പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എടുത്തു. DB പെർപെൻഡിക്കുലർ. ഓക്കെ, DB പാരലൽ, ദിസ് ഈസ് BB പെർപെൻഡിക്കുലർ. അതേപോലെ ഇവിടേക്ക് വരുന്ന സമയത്തും ഈ DBയുടെ ഒരു പാരലൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ X കമ്പോണൻ്റാണ് DBX. അതുപോലെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റാണ് DB പെർപെൻഡിക്കുലർ. ഇവിടെ Y ഡയറക്ഷനുള്ള കമ്പോണൻ്റാണ് DB പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ DB പെർപെൻഡിക്കുലറിൻ്റെ വാല്യൂ എങ്ങനെ വരിക? നോക്കുക, DB പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ DB പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് DB സൈൻ തീറ്റ ആയിരിക്കും. കാരണം ഈ ആംഗിളിനടുത്ത് കിടക്കുന്ന ഈ കമ്പോണൻ്റ് പറഞ്ഞ് കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ മറ്റേ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതുപോലെ DBX കമ്പോണൻ്റ് എന്ന് പറയുന്നത് DB കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞത് DB എന്നുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ കറണ്ട് ക്യാരിങ് എലമെൻ്റ് ഉണ്ടാകുന്ന DBയുടെ ഡയറക്ഷൻ ഈ DLനും Rനും ഉൾക്കൊള്ളുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ രീതിയിലാകുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്, അതുപോലെ ഇവിടെ ഇങ്ങനെ വരച്ചു. ഈ DBയും DB നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. നമ്മളതിനെ രണ്ട് കമ്പോണൻറ്റുകൾ റിസോൾവ് ചെയ്തു. ഒന്ന് DBX കമ്പോണൻറ്റും ഒന്ന് DB പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. അതേപോലെ ഇവിടെയും DBX കമ്പോണൻറ്റ് DB പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ എഴുതുന്നത് ഒരു പെയർ ഓഫ് എലമെൻസിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇതേപോലെ നമുക്ക് ഒരു പെയർ ഇവിടെ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് പെയർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് ഇങ്ങനെ എടുക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് എലമെൻറ്റ്, അപ്പോൾ നമ്മുടെ P എന്നുള്ള പോയിൻറ്റ് ഈ ആക്സിസുള്ള പോയിൻറ്റിലേക്ക് തന്നെ എത്തുക. അതുപോലെ ഏതൊരു ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ DBക്ക് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടും ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അവിടെയൊക്കെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും ഒരു പാരലൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സൂക്ഷിച്ച് നോക്കാൻ അറിയാം, ഈ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. DB പെർപെൻഡിക്കുലർ, സോ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ, അല്ലേ? DB പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. പക്ഷേ പാരലൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ X ഡയറക്ഷനിലെ കമ്പോണൻറ്റ് എല്ലായ്പ്പോഴും എങ്ങോട്ടാണ്? X ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ദീസ് കമ്പോണൻറ്റ്സ് വിൽ സർവൈവ്. ഈ കമ്പോണൻറ്റുകളൊക്കെ അവിടെ ക്യാൻസൽ ചെയ്യപ്പെടാതെ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഏതൊരു എലമെൻറ്റ് ഓപ്പോസിറ്റ് പെയർ ആയിട്ടുള്ള എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ DBX കമ്പോണൻറ്റുകൾ തമ്മിൽ X ആക്സിസിൽ ആഡ് ചെയ്യപ്പെടുകയും അതേസമയം പെർപെൻഡിക്കുലർ കമ്പോണൻസുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ കണ്ടെത്താൻ എളുപ്പമായി. എന്താ വെച്ചാൽ ഇപ്പോൾ DB എന്നുള്ള ഡയറക്ഷൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനൊക്കെ മാറ്റി നമുക്ക് കമ്പോണൻറ്റുകൾ റിസോൾവ് ചെയ്തപ്പോൾ ഈ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ശല്യം ഒഴിവായി. അപ്പോൾ പാരലൽ കമ്പോണൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കൃത്യമായിട്ട് ഇതിനെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സിലൂടെ ആഡ് ചെയ്ത് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ DB ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ DBX മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. DBയുടെ X കമ്പോണൻറ്റ്, ദിസ് ഈസ് DBX കമ്പോണൻറ്റ്. സോ DBX ഈസ് ഈക്വൽ ടു എന്ത് വരും? μ0/d
ഡി ബി എക്സ് ഈസ് ഈക്വൽ ടു എന്താ ഡി ബി എക്സ് പറഞ്ഞാൽ ഡി ബി കോസ് തീറ്റ എന്നാണ് അല്ലേ, ഡി ബി കോസ് തീറ്റയാണ്. അപ്പോൾ ഡി ബി നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, അതാണ് ഡി ബി. വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കണ്ടെത്തണം. നോക്കൂ, ഈ ഒരു ആംഗിൾ തീറ്റയാണ് ആണല്ലോ. സോ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ദിസ് വിൽ ബി 90 മൈനസ് തീറ്റ, 90 മൈനസ് തീറ്റ. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ആറും ഡി ബിയും തമ്മിൽ പെർപെൻഡിക്കുലറാണ്, ഇതിങ്ങനെ പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ, ഇത് ഓവറോൾ 90 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് തീറ്റ ആയിരിക്കും അല്ലേ. ഇത് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ, അപ്പോൾ ഓവറോൾ ആഡ് ചെയ്യുമ്പോൾ ഇത് 90 ആയിരിക്കും. ഇനി നോക്കൂ, എഗെയിൻ ദിസ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ദിസ് വിൽ ബി 90 മൈനസ് തീറ്റ. ഇത് തീറ്റയാണ്, ഇത് 90 മൈനസ് തീറ്റയാണ്. സോ ദിസ് വിൽ ബി 90 മൈനസ് തീറ്റ. ഇത് ഓൾറെഡി 90 ആണ്, നമ്മുടെ ഡയഗ്രത്തിൽ തന്നെ ക്ലിയർ ആണ്. ഇത് 90 മൈനസ് തീറ്റ, ഇത് 90. സോ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ തീറ്റ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിളും ജോമെട്രിക്കലി നമുക്ക് എന്താ പറയാൻ പറ്റും? ഈസ് ആൾസോ തീറ്റ. ഇനി നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് അവർ കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഈ ഡയഗ്രാം ട്രയാങ്കിൾ എടുക്കുക. അതായത് ഈ ട്രയാങ്കിൾ എടുത്താൽ മതി. നമ്മുടെ അത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ബേസ് ആണ്, ആൾട്ടിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ. ഓക്കെ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഈ സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് ആണ്, ആർ ബൈ ആർ. ഇനി വാട്ട് ഈസ് ആർ? ഈ ആർ നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെയും അതേപോലെ ഇത് നമ്മുടെ എക്സ് ആണ്, എക്സിൻ്റെയും അതേപോലെ ക്യാപിറ്റൽ ആറിൻ്റെയും ടേമിൽ കാണുന്നത്. കാരണം എക്സ് ആണ് നമുക്ക് അറിയേണ്ട ഡിസ്റ്റൻസ്, എക്സ് അകലത്തിലുള്ള പോയിൻ്റാണ് പി ആക്സിസിൽ നിന്ന്. അപ്പോൾ എക്സിൻ്റെയും ആറിൻ്റെയും ടേമിൽ സ്മോൾ ആറിനെ എഴുതണമെങ്കിൽ വാട്ട് വിൽ ബി സ്മോൾ ആർ? സ്മോൾ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, സ്ക്വയർ പ്ലസ് ദിസ്. ഓക്കെ, സോ നമുക്കതിവിടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ കിട്ടി, ഡി ബിയുടെ വാല്യൂ കിട്ടി. ഇത് രണ്ടും കൂടി ആയിട്ട് നമുക്ക് ഈ ഡി ബിയിൽ ഈ ഇക്വേഷനിൽ കൊടുക്കാം. സോ വാട്ട് ഈസ് അവർ ഡി ബി എക്സ്? ഡി ബി എക്സ് ആണ് കണ്ടെത്താം. ഡി ബി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബി കോസ് തീറ്റ. ഡി ബി എന്ന് പറയുന്നത് മ്യൂ നോട്ട് ബൈ 4 ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. വാട്ട് ഈസ് ആർ സ്ക്വയർ? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർ സ്ക്വയർ കിട്ടി. അപ്പോൾ ഞാൻ അതിന് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് എഴുതി. ദെൻ വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഞാൻ അതിനെ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു ഹാഫ് എന്ന് എഴുതി. റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു ഹാഫ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനൊന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡി ബി എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ബൈ 4 ഐ ഡി എൽ ആർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 3/2. സോ ദിസ് ഈസ് ദ ഡി ബി എക്സ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഈ കറണ്ട് ക്യാരിങ് എലമെൻറ്റ് കൊണ്ടായ ഡി ബി എക്സിൻ്റെ എക്സ്പ്രഷൻ ഇത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള എല്ലാ ഡി ബി എക്സ് കമ്പോണൻറ്റുകളും ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കിതിൻ്റെ മൊത്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ കണ്ടെത്താം. ഈ ഒരു പെയർ എടുത്ത പോലെ വേറൊരു പെയറിന് ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡി ബി എക്സ് കിട്ടും. അപ്പോൾ ഡി ബി എക്സ് കമ്പോണൻറ്റുകൾ തമ്മിൽ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ടോട്ടൽ ഫീൽഡ് ഓർ ഫീൽഡ് അലോങ് ദി എക്സ് ആക്സിസ് കിട്ടും. സോ ബി എക്സ് ഈസ് ഈക്വൽ ടു ഓർ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി എക്സ് ആക്സിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ് ഇൻ്റഗ്രൽ ഡി ബി എക്സ്. ഇതിനെ മൊത്തമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ്പ്രഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് മ്യൂ നോട്ട് ബൈ 4 ഐ ഡി എൽ ആർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 3/2. ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ ടേമുകളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യപ്പെടാത്ത ടേമുകളാണ്. മ്യൂ നോട്ട് ബൈ 4 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. കറണ്ട് ഈസ് എ സ്റ്റഡി കറണ്ട് ദാറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഈ സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് ആണ്, അത് മാറുന്നില്ല. എക്സ് എന്ന് പറയുന്നത് നമ്മൾ പോയിന്റിലേക്ക് എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്, അത് മാറുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഇൻ്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? എക്സ്പ്രഷൻ എന്തായി മാറും? ദാറ്റ് ഈസ് ബി എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ബൈ 4 ഐ ആർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 3/2 ക്ലോസ് ഇൻ്റഗ്രൽ ഡി എൽ. അപ്പോൾ ഡി എല്ലിന് മാത്രം ഇൻ്റഗ്രലിൻ്റെ അകത്ത് വരും. ക്ലോസ് ഇൻ്റഗ്രൽ ഡി എൽ. ഇനി നോക്കൂ,
ഡി എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ എലമെൻ്റാണ്, അതുപോലെ ഡി എൽ വേറെ എലമെൻറ്റ്, അങ്ങനെ ഈ ഇതിൻ്റെ എല്ലാ ഡി എൽ എലമെൻറ്റുകളിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ സർക്കിളിൻ്റെ ഇവിടെ ഈ വളയാണെങ്കിൽ ഇവിടെ മൊത്തമായിട്ടുള്ള സർക്കംഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം പെരിമീറ്റർ ആയിരിക്കും. വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ? പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു 2πr. അപ്പോൾ ഇവിടെ ആറാണ് ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി എക്സ് ഈസ് ഈക്വൽ ടു μ0/4πIr 2πr അല്ലേ. 2πr ആയിരിക്കും ഒരു സർക്കിളിൻ്റെ അല്ലെങ്കിൽ ലൂപ്പിൻ്റെ പെരിമീറ്റർ, ഡിവൈഡഡ് ബൈ x² + r² × 3/2. ദാറ്റ് ഈസ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് μ0/4πI2 ഇവിടെ ഉണ്ട്, i ഇവിടെ ഉണ്ട്, πr² അല്ലേ, π × r², ദാറ്റ് ഈസ് πr² ഡിവൈഡഡ് ബൈ x² + r² × 3/2. ഓക്കെ, ഇതാണ് വരിക. വാട്ട് ഈസ് πr²? നമുക്കറിയാം ഒരു സർക്കിളിനെ സംബന്ധിച്ച് πr² എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. സോ ഏരിയ, സോ ബി എക്സ് ഈസ് ഈക്വൽ ടു μ0/4π2IA ഡിവൈഡഡ് ബൈ x² + r² × 3/2. This is expression for magnetic field at any point P along the x axis. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ ഈ ലൂപ്പിൻ്റെ റേഡിയസ്, പിന്നെ ഏരിയ ഓഫ് ദ ലൂപ്പ്, അതുപോലെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്, ഈ ഫാക്ടേഴ്സിനെയാണ് പി എന്നുള്ള പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ പോയിൻറ്റ് പി ഇവിടെയാണെങ്കിൽ ഇവിടെ എക്സ് മാറും, അതിനനുസരിച്ച് മറ്റുള്ള ക്യാപിറ്റൽ ആർ മാറുന്നില്ല, പക്ഷേ എക്സിനനുസരിച്ച് നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും? ഡി എക്സിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരാൻ കഴിയും. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിൻ്റ് അലോങ് ദി എക്സ് ആക്സിസ്. നമുക്കിവിടെ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ ഈ പൈ ക്യാൻസൽ ചെയ്യുന്നു, 2ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു, ദാറ്റ് ഈസ് 2. അപ്പോൾ നമുക്ക് ഇക്വേഷനെ വേറൊരു ഫോമിൽ എഴുതാൻ പറ്റും. അതായത് ദിസ് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ബി എക്സ് ഈസ് ഈക്വൽ ടു μ0I, പൈയും ക്യാൻസൽ ചെയ്തു, r² ഡിവൈഡ് ബൈ 2. ഇവിടെ പൈ പോയിൻ്റ് ഇവിടെ 2 ഉള്ളൂ, 2 × x² + r² × 3/2. ഇങ്ങനെയും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കണ്ടതാണ്. ഞാനിവിടെ പറഞ്ഞത്, ഇവിടെ ഈ കോയിലിനൊക്കെ നമ്മളൊരു സിംഗിൾ ടേൺ ആയിട്ട് എടുത്തിരിക്കുന്നത്, സർക്കുലർ കോയിൽ ഒറ്റ ടേൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. സപ്പോസ് ഇഫ് ദ കോയിൽ ഹാസ് സോ മെനി ടേൺസ്, n ടേൺസ് ഉണ്ട് വിചാരിക്കുക, ക്യാപിറ്റൽ N ടേൺസ് ഉണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എന്തായി മാറും? അതായത് ഫോർ n ടേൺസ്, ക്യാപിറ്റൽ N ടേൺസ് ആണുള്ളതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നതായി മാറും. എന്ത് ചെയ്താൽ മതി? n ടേൺസ് ആണെങ്കിൽ ഇവിടെ n കൂടി കൊടുത്താൽ മതി, μ0 N(I)r² ഡിവൈഡ് ബൈ 2 × x² + r² × 3/2. ഇതായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഈ എക്സിൽ നമുക്ക് ചെറിയൊരു വേരിയേഷൻ വരുത്താം. നോക്കുക, എക്സിന് ചെറിയൊരു വേരിയേഷൻ വരുത്താം. എക്സിന് ഞാൻ നിങ്ങളുടെ കുറച്ച് കൊണ്ടുവരികയാണ്. എക്സ് കുറച്ചുകൂടി കൊണ്ടുവരുമ്പോൾ വാല്യൂ കുറയുന്നത്. അങ്ങനെ എക്സ് സപ്പോസ് ഇഫ് ദ എക്സ് പോയിൻ്റ് പി എന്നുള്ള പോയിൻ്റ് ഇവിടെയാണ് വിചാരിക്കുക, ഒറിജിനിലാണ് വിചാരിക്കുക. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ്? അതായത് എക്സിൻ്റെ വാല്യൂ 0 ആവും. വേർ അറ്റ് സെൻറ്റർ ഓഫ് ലൂപ്പ്, ഈ ലൂപ്പിൻ്റെ സെൻറ്ററിൽ എക്സിൻ്റെ വാല്യൂ 0 ആയി മാറും. അപ്പോൾ നമ്മുടെ ബി എക്സ് എന്നുള്ള ബി 0 സ്ഥലക്കാർ എഴുതാം. B0 = എന്ത് വരും? μ0 N(I)r² ഡിവൈഡഡ് ബൈ 2 × എക്സ് നമ്മൾ 0 എന്ന് എടുത്തു, r² × 3/2. r² × 3/2 പറഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ r³ വരും. വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ബാക്കി എന്താ ആൻസർ കിട്ടുക? P0 or magnetic field at the center of the coil is equal to μ0 Ni/2r. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സ്പ്രഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ സർക്കുലർ കോയിൽ ഇസ് ഈക്വൽ ടു μ0 Ni ഡിവൈഡഡ് ബൈ 2r. ഒരു ടേൺ ആണെങ്കിൽ നമുക്ക് n = 1 എടുക്കാം. അപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ടേൺസിന് എണ്ണത്തിനനുസരിച്ച് n വാല്യൂ നമുക്ക് ഈ തരത്തിൽ എഴുതാം. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനിലാണ്. അതായത് സെൻറ്ററിലുള്ള എക്സ്പ്രഷനും അതേപോലെ അറ്റ് എനി പോയിൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ Bx = μ0 Nir² ബൈ 2 × x² + r² × 3/2. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ലെസണിൽ തന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് അലോങ് ദി ആക്സിസ് ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് എ ഡൈപോൾ? നമ്മളിങ്ങനൊരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ, അതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചാണ്, -q, ഇവിടെ +q, ഇതിൻ്റെ സെൻറ്ററാണ് O, ഈ ഡിസ്റ്റൻസാണ് ഞാൻ x എന്ന് വിചാരിക്കുക. ഇവിടുത്തെ പോയിൻ്റ് P ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/4πε0 2p/x³ ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് നമ്മൾ x എടുത്തു കഴിഞ്ഞാൽ ഈ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ P എന്നുള്ള പോയിൻറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷനാണ് 1/4πε0 2p/x³
എക്സ് ക്യൂബ്. ഇപ്പോൾ നമ്മൾ പഠിച്ചതായിരുന്നു ഈ തരത്തിലുള്ള ഒരു സർക്കുലർ കോയിൽ എടുത്തു. ഇവിടെ നിന്ന് ഈ ഒരു പോയിൻ്റ് നമ്മൾ എക്സ് ആണ്, ഈ പോയിൻ്റ് എക്സ് ആണെങ്കിൽ ഇവിടുത്തെ എക്സ്പ്രഷൻ നമുക്ക് എന്താ കിട്ടിയത്? എക്സ്പ്രഷൻ എന്താ കിട്ടിയത്? സെയിം എക്സ്പ്രഷൻ കിട്ടിയ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നത് ഡി ബി ഇസ് ഈക്വൽ ടു ഡി ബി നമ്മൾ മാറ്റി മാഗ്നറ്റിക് ഫീൽഡ് ബി, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താ കിട്ടിയിരുന്നത്? mu naught by 4/2 n i a. അന്നത്തെ ഇത് എക്സ്പ്രഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റൈസ് ടു 3/2 അല്ലേ? ഇനി നമ്മൾ ഈ സപ്പോസ് ഇഫ് എക്സ് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ആർ, അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ വളരെ നെഗ്ലിജിബിൾ ആണ്, നമുക്കതിനെ ഒഴിവാക്കാം. അപ്പോൾ ഈ ടേം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ബിക്കം എക്സ് സ്ക്വയർ റൈസ് ടു 3/2. അപ്പോൾ എന്ത് വരും? എക്സ്പ്രഷൻ എന്തായി മാറും? ബി ഈസ് ഈക്വൽ ടു mu naught by 4/2 n i a ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. നമുക്ക് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ അറ്റ് എനി പോയിൻറ്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ലൂപ്പ്. ഈ രണ്ട് എക്സ്പ്രഷൻ ഒന്ന് കമ്പയർ ചെയ്യൂ. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷനാണ്, മാഗ്നിറ്റ്യൂഡ് എഴുതിയിട്ടുള്ളൂ 1/4πε0. ഇവിടെ mu naught by 4π ആണ്, രണ്ട് ഭാഗത്തും 2 ഉണ്ട്. ദിസ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിന് സിമിലർ ആയിട്ടുള്ളൊരു ടേമാണ് ഇവിടെ എൻ ഐ എ എന്ന് പറയുന്നത്. എക്സ് ക്യൂബ് രണ്ട് ഭാഗത്തുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് എൻ ഐ എ എന്നുള്ള ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എം ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M is equal to NIA. That is our magnetic dipole moment. NIA. എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് വരിക? കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആംപിയർ മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. നമുക്ക് അതേപോലെ തന്നെ ഡയമെൻഷനൊക്കെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ അത് അതേ കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിലിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഈ തരത്തിലാണ് കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് ഈ എൻ ഐ എന് എന്ത് പറയാം? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ കോയിലിൽ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുക. കാരണം നമ്മുടെ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് ഇപ്പോൾ ഇങ്ങോട്ട് എടുത്താലും കുഴപ്പമില്ല, നമ്മൾ ഈ കോയിലിൻ്റെ ഈ സൈഡിൽ എടുക്കുന്ന പോലെ ഇങ്ങോട്ടും എടുക്കാം. അപ്പോൾ ദിസ് ഈസ് അവർ എക്സ്. അപ്പോൾ ഞാൻ ഈ പോയിൻ്റ് പി എടുത്ത് കുറച്ചും കൂടി എക്സ് കുറഞ്ഞ് ക്കുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടുക ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ, എക്സിൻ്റെ വാല്യൂ കുറയും, 0 ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് സെൻറ്ററിലായിരിക്കും. ഇങ്ങോട്ട് പോകുന്നതോറും എക്സിൻ്റെ വാല്യൂ കൂടി വരികയാണ്, അതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഇലക്ട്രിക് കേസിലും അങ്ങനെ തന്നെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എക്സ് ക്യൂബാണ് രണ്ട് കേസിലും വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ആയാലും മാഗ്നറ്റിക് ഫീൽഡ് ആയാലും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കതിനെ ഗ്രാഫിക്കലായിട്ടൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് ബി വിത്ത് എക്സ് ഡിസ്റ്റൻസ് അനുസരിച്ച് വരച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതവിടെ മാഗ്നറ്റിക് ഫീൽഡാണ്, ഇത് എക്സ് ആണ്. ഞാൻ പോസിറ്റീവ് എക്സ് എന്ന് കൊടുത്തു, ഇത് നെഗറ്റീവ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഇതിൻ്റെ സെൻറ്ററിലാണ്. പിന്നെ രണ്ട് സൈഡിലേക്ക് പോകുന്നതോറും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലായിരിക്കും ഇതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള വേരിയേഷൻ. ഓക്കെ, ഇങ്ങനെ 0 ആണെങ്കിൽ ഇൻഫിനിറ്റിയിലാവുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ 0 ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് സിമ്മട്രിക് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ 2 പോയിന്റിലാണ്. നമ്മൾ എടുത്തിരിക്കുന്ന സർക്കുലർ കോയിൽ ഈ തരത്തിലുള്ളതായിരുന്നു. അതിൻ്റെ ആക്സിസിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കാണിച്ചാലും ഈ ഭാഗത്തേക്കുള്ള പി എന്നുള്ള പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഫൈനലായി കണ്ടെത്തിയത്. എക്സ്പ്രഷൻ പ്രോബ്ലം ചെയ്യുന്നതിനും അതുപോലെ എക്സാം പോയിന്റ് ഓഫ് ഡെറിവേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു mu naught n i r square ഡിവൈഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 3/2. ഇതാണ് ഇതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ. അതുപോലെ പർട്ടിക്കുലർ കേസായിട്ടുള്ള സെൻറ്റർ, ഈ കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് mu naught n i ഡിവൈഡ് ബൈ 2r. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻസും അതിൻ്റെ ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കണം. അടുത്തത് നമുക്ക് ഈ ഫോർമുല ബേസ് ചെയ്ത 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി പ്രാക്ടീസ് ചെയ്യാം. നോക്കുക, കൺസിഡർ എ ടൈറ്റ്ലി wound 100 turns coil of a radius 10 cm carrying a current of 1 ampere. What is magnitude of magnetic field at the center of the coil? ഇതാണ് നമ്മുടെ കോയിലെങ്കിൽ 100 ടേൺസ് അങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. 100 ടേൺസ് ചുറ്റിയിരിക്കുക. ദേ ആർ ടൈറ്റ്ലി വൗണ്ട്.
ടൈറ്റ്ലി ബൗണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ റേഡിയസ് ആൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. റേഡിയസിന് പ്രത്യേകിച്ച് വ്യത്യാസം വരില്ല. അതായത് വളരെ തിക്കായിട്ട് ചുറ്റിയിട്ടില്ല, അപ്പം റേഡിയസൊക്കെ സെയിം ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ കറണ്ട് 1 ആമ്പിയർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേഡിയസ് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കോയിൽ. കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എക്സ്പ്രഷൻ ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ കോയിൽ ഇസ് ഈക്വൽ ടു μ0 ക്യാപിറ്റൽ Ni ഡിവൈഡഡ് ബൈ 2r. ഓക്കെ, പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. μ0ൻ്റെ വാല്യൂ 4π × 10⁻⁷ ആണ്. നമ്പർ ഓഫ് ടേൺസ് പറയുന്നത് 100 ആണ്. കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആമ്പിയർ ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് എന്ത് എഴുതാം? 0.1 മീറ്റർ. ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6.28 × 10⁻⁴ ടെസ്ല. ഇതായിരിക്കും ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ വാല്യൂ. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. എ സർക്കുലർ കോയിൽ ഓഫ് 100 turns has a radius of 10 centimeter and carries a current of 5 ampere. Determine the magnetic field at a distance 5 centimeter from center of coil. അപ്പോൾ ഇവിടെ എക്സ് ഡിസ്റ്റൻസ്, നമ്മൾ ഇതാണ് സർക്കുലർ കോയിലെങ്കിൽ ഇതിൻ്റെ എക്സ് ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റിലുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. എക്സ്പ്രഷൻ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു? B = μ0 Ni r² / 2 × x² + r² × 3/2. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. വാല്യൂസ് എല്ലാം തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് വാല്യൂസ് അങ്ങ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അതായത് നോക്കാം, μ0ൻ്റെ വാല്യൂ 4π × 10⁻⁷ ആണ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ ടേൺസിൻ്റെ എണ്ണമാണ്. 100 ടേൺസ് ആണ്. 100 ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. R എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. റേഡിയസ് = 10 സെൻറ്റിമീറ്റർ. നമുക്ക് 0.1 സ്ക്വയർ എന്ന് എഴുതാം. മീറ്ററിലേക്ക് ആക്കുമ്പോൾ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. അതായത് ഈ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന്, ഇതാണ് നമ്മുടെ കോയിലെങ്കിൽ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ എക്സ് അകലമാണ് ഈ 5 സെൻറ്റിമീറ്റർ. സോ 2 × 0.05 ദി ഹോൾ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ആണ് 0.1 ദി ഹോൾ സ്ക്വയർ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണം. 2.25 × 10⁻³ ടെസ്ല എന്നുള്ളതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. One more problem. What is magnetic dipole moment associated with a coil of 1 turn? Area of cross section is 10⁻⁴ meter square carrying a current of 2 ampere. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. M = Nia. N is the number of turns, I is the current and A is the area. ഇനി നമ്മളെ പ്രോബ്ലത്തിലേക്ക് വരാം. അടുത്ത് തന്നിരിക്കുന്ന വാല്യൂസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ടേൺസിൻ്റെ എണ്ണം. ഇറ്റ് ഇസ് ഹാവിങ് എ കോയിൽ ഓഫ് 1 turn. സോ 1 ഇൻറ്റു കറണ്ട് ഈസ്, ഇറ്റ് ഇസ് ദ വാല്യൂ ഓഫ് കറണ്ട് carrying a current of 2 ampere into then area is what is the value? 10⁻⁴ meter square. So very simple calculation. 2 × 10⁻⁴ ampere meter square. That will be the value of magnetic dipole moment. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ബയോട്ട് സാവർട്ടിലൂടെ ആപ്ലിക്കേഷനായിട്ടുള്ള സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിലിൻ്റെ ആക്സിസിലുള്ളൊരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ കിട്ടി. വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് B = μ0 Ni r² / 2 × x² + r² / 3/2. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കോയിൽ, ദാറ്റ് ഈസ് = μ0 Ni / 2r. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു, ഡയറക്ഷൻ ഓഫ് DB എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് DL ആൻഡ് R എന്നുള്ളതാണ്. പിന്നെ നമ്മളിതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നതിന് ഒരു മാർഗം കൂടി നോക്കുക. ഇവിടെ നോക്കുക, ഈ തരത്തിൽ കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് ഇതായിരുന്നു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തിയത്. ദിസ് വാസ് എക്സ്, ദിസ് വാസ് ഒറിജിൻ. അപ്പോൾ ഫൈനലി മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എവിടെ കിട്ടിയത്? മാഗ്നറ്റിക് ഫീൽഡ് കംപ്ലീറ്റ് കിട്ടിയത് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ കണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ, ഇതാണ് നമ്മുടെ കോയിൽ, ഇതിലൂടെ പോകുന്ന കറണ്ട് ഈ തരത്തിലാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, അത് കോയിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നോക്കുക, ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ നോക്കൂ, ഇങ്ങനെ ഞാൻ ഈ ഫിംഗേഴ്സ് ഇതിനെ അൺസർക്കിൾ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ തമ്പ് എങ്ങോട്ടാണ് കാണിക്കുന്നത്? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ ഇറ്റ് ഈസ് ടുവേഴ്സ് ദ റൈറ്റ് ഡയറക്ഷൻ.
ഞാനിപ്പോൾ ഈ ഇത്തരത്തിലാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറണ്ട് ഒഴുകുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഈ തരത്തിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കാണുന്നത്. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് ഈ ഫിംഗേഴ്സിലും എൻസർക്കിൾ ചെയ്ത ഫിംഗേഴ്സും അതേപോലെ അപ്പോൾ ഈ തമ്പ് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ നമ്മുടെ കറണ്ട് ഡയറക്ഷൻ ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നേരെ ക്ലോക്ക് വൈസ് നിങ്ങളെ സംബന്ധിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നേരെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ എങ്ങോട്ടായിരിക്കും? ഈ തരത്തിലായിരിക്കും. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഫൈനൽ ആയിട്ട് ടോട്ടൽ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഈ തരത്തിൽ കണ്ടെത്താം. DBയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് DLനും അതുപോലെ Rന് പെർപെൻഡിക്കുലർ ആയിട്ട് കേസിലായിരിക്കും. വളരെ റിസോൾവ് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ ഇവിടെ കിട്ടിയത് അലോങ് ദി ആക്സിസ് ആണ്. ഏത് ആക്സിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അലോങ് ദി എക്സ് ആക്സിസ് അവിടെ എടുത്തുകൊണ്ട് എക്സ് ആക്സിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടെത്താനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഇതിന് ചുറ്റുമായിട്ട് കറണ്ട് കാര്യം കോയിലിന് നമ്മളെ ഈ കയ്യിൽ എൻസർക്കിൾ ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ തമ്പ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യുന്നു അതായിരിക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആംബിയർ സർക്യൂട്ടിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നോട്ട്സൊക്കെ എഴുതിക്കൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക, ഡെറിവേഷൻസ് പഠിക്കുക, ഇതുപോലെ പ്രോബ്ലംസ് കൂടുതൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫർ ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.